ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാനിത് കുറേ നാളായി ഒരു സ്വീറ്റ് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലൊരു കുഴിയുള്ള പാനാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നെയ്യൊക്കെ കുറച്ചധികം വേണം. അപ്പോൾ അത് നമുക്ക് മുമ്പേ തന്നെ ഇതുപോലെ ഒന്ന് അളന്നൊക്കെ എടുത്ത് വെക്കാം. ഇനി നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പം കിസ്മിസൊക്കെ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വീർത്ത് വന്ന ശേഷം നമുക്കിതൊന്ന് ഇതിൽ കോരി മാറ്റാം. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് ഞാൻ അല്പം റവയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബൗളിലാണ് ഞാനിതുപോലെ ഇങ്ങനെ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഈ റവ ഒന്ന് ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് റവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി അതും ഇതുപോലെ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവും. ഈ റവയുടെ കളർ ചെറുതായൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത്രയും ആ ഒരു ടൈം വരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നല്ലോണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൈനാപ്പിളാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ എനിക്കിത് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ നെയ്യിലൊന്ന് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത പൈനാപ്പിൾ വേണം നോക്കിയെടുക്കാൻ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അല്പം പുളിയുള്ള പൈനാപ്പിളാണെന്നുണ്ടെങ്കിൽ ഈ സമയം അല്പം ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ബൗൾ വെള്ളമാണ് ഞാൻ അളന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ റവ എടുത്ത അതേ ബൗളിലാണ് വെള്ളം കൂടി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കളറിന് വേണ്ടി ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുങ്കുമപ്പൂവുണ്ടെങ്കിൽ അതും ഈ റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 2 സാധനം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ അല്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പം പൈനാപ്പിളൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായി വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ഇങ്ങനെ കട്ടിയായി കുറുകി വരും. പിന്നെ ഒന്നും നമുക്കത് കറക്റ്റായി കിട്ടില്ല. അത് കൈ വിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഈ സമയം ഫ്ലെയിം നല്ലോണം കുറച്ച് വേണം വെക്കാണ്. കാരണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്കിങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന പണി മാത്രമാണ് നമുക്കിങ്ങനെ കൂടുതലായിട്ടുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം റവയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഞാൻ റവ എടുത്ത് അതേ അളവിൽ ബൗളിൽ തന്നെ അളന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അത്രയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എനിക്കങ്ങനെ ഓവറായിട്ട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ മധുരം അത്രയും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് മധുരമൊക്കെ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ബൗള് ഫുള്ളായിട്ട് അതുപോലെ അങ്ങനെ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും നെയ്യാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വീറ്റ് റെസിപ്പിയിൽ നെയ്യാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഏകദേശം റവയൊക്കെ നല്ലോണം വെന്ത് ഇതൊക്കെ നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ആണ് ഈ റവയൊക്കെ ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ റെസിപ്പിയൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പാനിൽ നിന്ന് നല്ലോണം ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും മതി. അങ്ങനെ ഇപ്പോൾ എന്താ നമ്മൾ റെസിപ്പിയൊക്കെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് പൈനാപ്പിൾ കേസരി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. നമ്മുടെയൊക്കെ ഒരു ട്രഡീഷണൽ റെസിപ്പി തന്നെയെന്ന് പറയാം. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പോൾ എന്താ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റ് നല്ലൊരു അടിപൊളി ഷേപ്പൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.